നോക്കൂ, രണ്ടുപേരും കേൾക്കാൻ പറയുകയാണ്. 8:30 മണിയായി, എൻ്റെ മുഖത്ത് വെയിലടിക്കുന്നത് കാണാം. ഇതാ രതീഷേട്ടാ, ഒന്ന് ക്യാമറ തിരിച്ചാൽ കടുത്ത വെയിലാണ്, സൂര്യനെ കാണാം. പിന്നെ ഈ വെയിലത്താണ് ആളിറങ്ങി നടക്കുന്നത്. പിന്നെ ഈ മഴ നിറഞ്ഞ് കുറച്ച് വെള്ളം റോഡിലൊക്കെ ഉണ്ട്. അതെല്ലാം താണ്ടി മുന്നോട്ട് നടന്ന് അവസാനം ആർക്ക് വേണ്ടി നടന്നതെന്ന് അറിയാമോ? ഇത്രയും നടന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് ഊഹിക്കാമോ? മനസ്സിലായി. എനിക്ക് വേണ്ടി ആവാനാണ് സാധ്യതയെന്നാണ് തോന്നുന്നത്. തീർച്ചയായും അങ്ങനെ ഒടുവിൽ പല കടകൾ, പല മലകളും കടകളും പുഴകളും താണ്ടി ഒടുവിൽ ആ ട്യൂബ് റോസ് അത് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. ചെളിവെള്ളമാണ് കേട്ടോ പുഴകളൊക്കെ താണ്ടിയത്. പക്ഷെ ഏതായാലും ആ സ്നേഹം ഇതല്ലേ ട്യൂബ് റോസ്. അത് തന്നെ, അതാണ് ട്യൂബ് റോസ്. ഈ ട്യൂബ് റോസ് കണ്ടുപിടിച്ചു. എനിക്ക് ഓർമ്മ വന്നു നമ്മൾ ഈ ബോർഡർ ഒക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. എന്തായാലും പല ഈ കോളേജിലൊക്കെ അത്തപ്പൂക്കളത്തിലേക്ക് അധികമായി വാങ്ങുന്ന ഒരു പൂ ഇതായിരിക്കും. കാരണം ഈ താരതമ്യേന വില കുറഞ്ഞ കൂടുതൽ ക്വാണ്ടിറ്റി കിട്ടുന്ന ഒരു പൂ എന്നുള്ള നിലയ്ക്ക് ഇത് ഉപയോഗിക്കാറുണ്ട്. ആദ്യം പറഞ്ഞതിനോട് എനിക്ക് വിയോജിപ്പുണ്ട്. വിലയൊക്കെ കൂടി കേട്ടോ. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ചോദിക്കാം. എന്തായാലും ഞാൻ പല കടകൾ കയറി ഇറങ്ങി അവസാനം ഞാൻ നിവിൻ പോളിയുടെ പണ്ടത്തെ നമ്മുടെ പ്രേമ സ്റ്റൈലിൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുന്ന ചേട്ടന്മാരാണ് ഇവിടെ ഉണ്ട്, വരൂ എന്ന് പറഞ്ഞ് അവിടെ കവറൊക്കെ ആയിട്ട് നിൽക്കുക എനിക്ക് തരാനായിട്ട്. എന്തായാലും കാര്യങ്ങൾ ചോദിക്കാം. അപ്പോൾ ഇതാണ് ട്യൂബ് റോസ്. ഞാൻ കുറേയധികം കടകളിൽ കയറി ചേർക്കി. എന്തുകൊണ്ടാണ് അവിടെ ഒന്നും ഇല്ലാന്ന്? ഇത് അത്തത്തിന് വലിയ പ്രാധാന്യമൊന്നും ഇല്ല. അത്തത്തിന് എല്ലാവരും ബോർഡർ ഇടാനും ഉപയോഗിക്കുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കല്യാണഹാരം കിട്ടാൻ വേണ്ടിയിട്ട്, കല്യാണഹാരത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് എല്ലാ കടകളിലും ഇല്ലാത്തത്. മണമുണ്ടോ ഇതിന്? നല്ല മണമാണ്. ഇങ്ങനെ കിടക്കണോണ്ട് അത് മണമില്ലാന്നേ ഉള്ളൂ. അല്ലാതെ വെച്ച് നമ്മൾ 2 പൂ കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചിരിക്കുകയാണെങ്കിൽ നല്ല മണം. ഈ ട്യൂബിന്റെ സൈസിലുള്ളത് കൊണ്ടാണ് ട്യൂബ് റോസ്. ഇതിന് ചെമ്മങ്കി എന്നും പറയും. ഇവിടെ നമ്മൾ ചെമ്മങ്കി എന്ന് പറയും. തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ചെമ്മങ്കി എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അവർ ട്യൂബ് റോസ് എന്ന് പറയില്ല. നമ്മൾ ഇവിടെ വരുമ്പോൾ ട്യൂബ് റോസ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇതിപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞുകൊണ്ട് ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞുണ്ട്. രണ്ടും 2 സൈസാണ്. അത് സൈസ് അറിയാൻ പറ്റും. ഇത് പറഞ്ഞാൽ തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞതുകൊണ്ട് ബാംഗ്ലൂരിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ സൈസും കനവും കട്ടിയൊക്കെ ഉണ്ട്. ഇതിപ്പോ തീർന്നല്ലോ. ഇത് ആളുകളൊക്കെ വാങ്ങിച്ചോണ്ട് പോയോ? ഒരുപാടുണ്ടായിരുന്നു, നേരത്തെ കഴിഞ്ഞു. അത്തതിന് ബോർഡർ ഇടാൻ വേണ്ടിയിട്ടാണല്ലേ? ബോർഡർ ഇടാൻ വേണ്ടി ഇനി വരും. ഈ തിരക്കി മാതൃഭൂമിയിൽ നിന്ന് ആളുകൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഉണ്ടാവും. അപ്പം അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മണമുണ്ട്. പിന്നെ തമിഴ്നാട്ടുകാരനാണെങ്കിൽ അല്പം മെലിഞ്ഞതാണ്. കുറച്ചുകൂടി വണ്ണവും എന്താ പറയുക ഗാംഭീര്യമൊക്കെ വേണമെങ്കിൽ അത് മൈസൂരിൽ നിന്ന് എത്തണമെന്നാണ് പറയുന്നത്. എന്തായാലും വില ഇവിടെ ഒന്ന് പറഞ്ഞുതരാം. വില എത്ര? ഇതിന്റെ മാർക്കറ്റ് വില ഓരോ ദിവസവും മാറിക്കൊണ്ടിരിക്കും. ഒരു 400 രൂപ 450 രൂപ റേഞ്ചാണ് ഇന്നത്തേത്. ഇനിയിപ്പം അടുത്ത് പറഞ്ഞ ലോഡിന് എത്രയാണെന്ന് അറിയാൻ പറ്റില്ല. അത് അവർ വന്നതിന് ശേഷം 11 മണിക്ക് ശേഷമേ പറയുള്ളൂ. അപ്പോൾ എന്തായാലും അതാണ് വില. എന്തായാലും മൊത്തശ്ശേരി സംബന്ധിച്ച് ഇതൊരു കൗതുകവും ആഗ്രഹവും ഒക്കെ ആണെങ്കിൽ എന്നെയും ദിവിഷേനെ സംബന്ധിച്ച് ഒരു പുതിയ അറിവും കാഴ്ചയൊക്കെയാണ്. അപ്പോൾ എന്തായാലും സന്തോഷം ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് എപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ മാധ്യമപ്രവർത്തകർ ചിലപ്പോൾ ഭയങ്കര ബിൽഡപ്പ് കൊടുത്ത് ഒരാളോട് ചോദിക്കും, ഓണമല്ലേ ഈ പൂവ് ഭയങ്കര സംഭവമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഓണത്തിന് ഇതൊന്നും വലിയ കാര്യമില്ല. അതുപോലെ ഇത് അത്ര വിലയൊന്നുമില്ല, ഇഷ്ടമാതിരി കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അതേ 400 രൂപ. അപ്പോൾ ഇതാണ് അവസ്ഥ. നമ്മളെ പ്ലിങ്ങാക്കുന്ന മാത്രമല്ല ദിവിഷ, അതിലൊരു കാര്യം കൂടി ഉണ്ട്. പിന്നെ ഞാനത് തുറന്നു പറയണോ വേണ്ടയോ എന്നുള്ളതാണ്. നിങ്ങളതൊക്കെ ഇങ്ങനെ ചില കണക്ക് കൂട്ടലുകളിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ്. ഏകദേശം 2003 ഞാൻ ഡിഗ്രി പാസ് ഔട്ട് ആവുന്നത്. ഈ 2003 കാലഘട്ടത്തിൽ ഒരു അത്തപ്പൂക്കളം ഉണ്ടാക്കിയ സമയത്ത് ഒരുപാട് പ്രാധാന്യം ഈ ട്യൂബ് റോസിന് ഉണ്ടായിരുന്നു. പിന്നെ അന്ന് വിലയും കുറവായിരുന്നു. അതിന്ന് ഒരുപാട് കാലം മുന്നോട്ട് പോയില്ലേ. അതുകൊണ്ടാണ് അത്തരത്തിലൊരു വ്യത്യാസം വന്നത് എന്ന് കൂടി മനസ്സിലാക്കുന്നു. ശരി രാഹുലെ, ഈ പൂക്കളുടെ വിപണി മാറി മറ്റു കടകളൊക്കെ തുറന്നു തുടങ്ങിയ ആളുകൾ രാവിലെ ചാലയിലേക്ക് വന്നു തുടങ്ങി. ചാല എന്ന് പറഞ്ഞാൽ പഴയകാല തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഇപ്പോൾ വലിയ മാളുകളും കടകളൊക്കെ വന്നെങ്കിലും ചാലയുടെ ഒരു സൗന്ദര്യവും തിരക്കൊക്കെ ഉണ്ട്. ആളുകൾ കൂടുതൽ വന്നു തുടങ്ങി. കാരണം ബാക്കി പച്ചക്കറി കടകൾ തുറന്നു കഴിഞ്ഞു. എന്തായാലും പൂക്കടകൾ വിട്ടുകൊണ്ട് പച്ചക്കറി വാങ്ങിക്കാനുള്ള തിരക്കും തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഞാൻ ഇവിടെ കേട്ടൊരു കാര്യം സൂചിപ്പിക്കാം. കാരണം 2003 പൂക്കളമിട്ട ഓർമ്മയിലാണ് ഈ പൂവിൻ്റെ പേര് പറഞ്ഞതെന്നാണ് പറഞ്ഞത്. അന്ന് എനിക്ക് 5 വയസ്സാണ്. ആ 2003 ഓർമ്മയിലാണെങ്കിൽ ഞാൻ നടക്കില്ലായിരുന്നു. കാരണം ചിലപ്പോൾ ഈ പൂ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് അറ്റം വരെ നടക്കേണ്ടി വന്നതാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അത്തരം ഓർമ്മകളായിരിക്കട്ടെ കേട്ടോ ചേച്ചി. അപ്പോൾ എപ്പോഴും ഈ പൂ കിട്ടണമെന്നില്ല. അങ്ങനെ അത്രയും പഴക്കമുള്ള ഓർമ്മയാണെങ്കിൽ. അപ്പോൾ എന്തായാലും തിരക്ക് ഏറി വരുവാണ്. ഇപ്പോൾ ഉത്രാട പാച്ചിലിൻ്റെ ഒരു സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ധാരാളം വാഹനങ്ങൾ വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട്. എന്തായാലും ആ തിരുവോണത്തിൻ്റെ ആ തുടക്കത്തിലേക്ക് ഇന്നത്തെ ദിവസം ഈ പാച്ചിലിൽ അവസാനിപ്പിക്കാൻ അല്ലെങ്കിൽ ഒടുങ്ങാൻ വേണ്ടിയിട്ട് ആളുകൾ ഇങ്ങനെ ഇറങ്ങി വരികയാണ്. എന്തായാലും ആ മുഖങ്ങൾ കാണുമ്പോൾ സന്തോഷമുണ്ട്. എല്ലാവരും ചിരിക്കുന്നുണ്ട് പൂക്കൾ കാണുമ്പോൾ. എന്തായാലും രാവിലെ തന്നെ എത്തി ഇത് വാങ്ങി ഉച്ചയോടുകൂടി
കാര്യങ്ങളിലേക്ക് കടക്കാം, നാളത്തെ കാര്യങ്ങളിലേക്ക് കടക്കാമെന്ന് രാഹുലെ കച്ചവടം നന്നായി പൊടിപിടിക്കട്ടെ എന്ന് തന്നെയാണ്. കാരണം നമ്മൾ ആദ്യഘട്ടത്തിൽ ഇപ്പോൾ നമുക്കറിയാം വയനാടിന് ശേഷം ഔദ്യോഗികമായ ഓണാഘോഷമില്ല എന്ന് ഉറപ്പ്, അല്ലെങ്കിൽ വർണ്ണ വെളിച്ചങ്ങൾ വാരി വിതറുന്ന സമയമായിരുന്നു. പക്ഷേ കനകക്കുന്നിലൊന്നും അത്തരം അനുഭവങ്ങളില്ല.